ഇങ്ങനത്തെ ഒരു ദിവസം വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലേ ഈ സ്ത്രീക്ക്? കാണിച്ചോട്ടെ, ഞാൻ ഈ ഡ്രസ്സ് അവിടെ ഇവിടെയും കാണിക്കുന്നതിനോടൊന്നും എനിക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിരോധമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. അവനാന്റെ ശരീരം കാണിക്കണ്ടേ എന്നതൊക്കെ അവനാന്റെ തീരുമാനം. അത് എത്രയോ ഉദ്ഘാടനം ചെയ്ത് കാണിക്കണില്ലേ, അത് പോരെ? ഹായ്, ഹലോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നടന്ന നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചിട്ടാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയധികം എല്ലാവരും ആഘോഷിച്ച് അത്രയും എന്താ പറയുക, എന്നെയൊക്കെ പോലുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫുൾ ഇത് നോക്കും. അയ്യോ എങ്ങനെയൊക്കെയാണ് ഇത് അതേപോലെ ന്യൂസിലൊക്കെ ഇത് അത്രയും എല്ലാ വർഷവും അങ്ങനെ നോക്കി കണ്ടൊരു സംഭവമാണ്. സത്യം പറയുകയാണെങ്കിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ, സാധിച്ചിട്ടില്ല. എന്തെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉള്ള നമ്മളൊക്കെ അങ്ങനെ ദൈവീകമായി കാണുന്ന ആ സംഭവം ഇന്നലെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്കെന്തോ പുച്ഛം തോന്നിപ്പോയി. പുച്ഛം അതിലപ്പുറത്തേക്ക് തോന്നിപ്പോയി. കാരണം കുറേ സെലിബ്രിറ്റികൾ വരുന്നു, പൊങ്കാലിടുന്നു. ഇത് അവർക്കൊരു മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ടൊരു ഫാഷൻ, അല്ലെങ്കിൽ അവർക്കൊരു ഒരു പ്രത്യേകതര രസമാണ് തോന്നുന്നുണ്ട്. കാരണം അണിഞ്ഞു ഒരുങ്ങി വരിക, ഒരുങ്ങിക്കോട്ടെ, എല്ലാവരും ഒരുങ്ങിക്കോട്ടെ. അമ്പലത്തേക്ക് പോകുമ്പോൾ സെറ്റും കൊണ്ടോ കൊടുത്തു പോകുന്നത് ഒരു ഐശ്വര്യം, ഒരു ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് സംസാരിക്കാം. ഈ വീഡിയോ കണ്ടില്ലേ? ഇതെന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ സ്ത്രീ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പുറകെ പോയി ഷൂട്ട് ചെയ്യുന്ന ആൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊരു ദൈവീകമായ സ്ഥലമാണ്. ദൈവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതും ഒരുപാട് ദിവസത്തെ നോൽമ്പെടുത്ത് ഒരുപാട് ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ട് വരുന്ന എത്രയോ അമ്മമാരും കുട്ടികളും സ്ത്രീകളും ഉണ്ട് അവിടെ. ഇവരൊക്കെ ആ ദൈവികമായിട്ട് ഇത് ചെയ്യുമ്പോൾ കുറേ മീഡിയക്കാരെന്ന് ഞാൻ പറയുമ്പോൾ അവിടേക്ക് അടുപ്പിക്കരുത്. ഇതിൻ്റെ പുറകെ പോവുക, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു വരിക. കുറേ പെണ്ണുങ്ങൾ വൃത്തിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലേ ഇവർക്ക്? വൃത്തിയിൽ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വരികയാണെങ്കിൽ, ഭക്തിയോട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസം വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലേ ഈ സ്ത്രീക്ക്? കാണിച്ചോട്ടെ, ഞാൻ ഈ ഡ്രസ്സ് അവിടെ ഇവിടെയും കാണിക്കുന്നതിനോടൊന്നും എനിക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിരോധമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. അവനാന്റെ ശരീരം കാണിക്കണ്ടേ എന്നതൊക്കെ അവനാന്റെ തീരുമാനം. അത് എത്രയോ ഉദ്ഘാടനം ചെയ്ത് കാണിക്കണില്ലേ, അത് പോരെ? ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് എന്തിനാണ് അവിടെ ഇങ്ങനെ സ്ത്രീകളെ കൂടി അപമാനിക്കുന്നത്? എനിക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നു. കാരണം ഞാൻ നല്ലൊരു ഭക്തയാണ്. ഭക്ത എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ, എനിക്ക് അതിന് ഏതൊരു മതത്തിൽപ്പെട്ടവരായാലും ഏതൊരു ഇതാണെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും ഓരോ സ്ഥലത്തേക്ക് ഓരോ ഡ്രസ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു യുക്തി പോലെയും അതിന് കുറേ പഠിക്കണം, കുറേ എഡ്യൂക്കേഷൻ വേണമെന്നൊന്നുമില്ല. അതൊക്കെ ഒരു എന്താ പറയുക, വളരുന്ന സാഹചര്യം. ഇത് അതിന് വേണ്ടിയിട്ടല്ലാന്നറിയാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് കാണിക്കണം. ഇവിടെയും ഒന്ന് വൈറലാവണം, ഒന്ന് ഇതൊക്കെ ഇഷ്ടമാണ്. ആ മീഡിയക്കാർ വന്ന് എടുക്കുന്നതും ഇഷ്ടമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ കാണിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മീഡിയക്കാരനോട്. കാരണം എന്താ വെച്ചാൽ ഇവരെന്തിനാ ഇവരുടെ പുറകെ പോകണം? എത്ര ആൾക്കാർ വേറെ ഉണ്ട് അവിടെ, എത്ര നല്ല ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വ്രതം എടുത്തിട്ടും അവർക്ക് ഈ മീഡിയക്കാർക്ക് ഇത് പൊങ്കാല ഇടുന്നത് കാണിക്കണം എന്ന് മാത്രമാണ് താല്പര്യം എന്ന് വെച്ചാൽ, അവർക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരോട് പോയി സംസാരിക്കണം. അല്ലാണ്ട് ഈ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് എടുക്കുകയല്ല. എനിക്ക് ഈ പാട്ടും ഇതും കൂടി കാണുമ്പോണ്ടല്ലോ ദേഷ്യം വരിക. എന്തിനാണ് ഈ പെണ്ണിനെ വെച്ചിട്ടൊക്കെ ഈ പാട്ടൊക്കെ ബാക്കിൽ കൊടുത്തിട്ട് വരുമ്പോണ്ടല്ലോ എന്നെ പോലുള്ളവർക്കൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാവും. കുറേ സെലിബ്രിറ്റീസ് ഇങ്ങനെ കാണിക്കാൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ പേരുണ്ടല്ലോ, നിങ്ങൾ കണ്ടു എന്നറിയില്ല, ഞാൻ പേരെടുത്ത് പറയണില്ല, ആരാന്നൊന്നും പറയണില്ല. കുറച്ച് എന്താ പറയാ, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണു, എന്നിട്ട് പിന്നെ മീഡിയ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കണു, എന്നിട്ട് ഇങ്ങനെ പരസ്പരം നോക്കണു, അപ്പുറത്തോർന്ന്. ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും അറിയാം നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്തൂടെ? പിന്നെ അവിടെ ഒരു ഷോ കാണിക്കണത് എന്തിനാ? ഇതൊരു ഷോ ആയി മാറ്റുമ്പോൾ ഈ കാണുന്നവർക്ക് നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ട്. അതേപോലെ ഞാൻ വേർതിരിച്ച് പറയാം കേട്ടോ. നമ്മൾ നടി ചിപ്പി ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ വന്നിട്ട് പൊങ്കാലിട്ട് പോകുന്ന ഒരു സ്ത്രീയാണത്. അവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അവരത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. കുറേ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വരികയല്ല, അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഒരു സ്വയം കൊടുക്കാറില്ല എന്ന് മാത്രം മീഡിയ. അവർക്കെന്നെ തോന്നുന്നുണ്ടാവും എന്തൊരു കഷ്ടമാണ് ഇതെന്ന്. അവർക്കത് ചെയ്യും വേണം, പൊങ്കാല ഇടും വേണം, എന്നാൽ ഇവരുടെ പുറകെ എല്ലാവരും കൂടി വരും ചെയ്യും. അങ്ങനെ ഒരു വിധ ആൾക്കാർ. ശരിക്കും പറയുകയാണെങ്കിൽ ചിപ്പിനോട് എനിക്ക് ഭയങ്കര സഹതാപം തോന്നിപ്പോയി. കാരണം അവരുടെ മുഖം കണ്ടറിയാം, ഇവർ വന്ന് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമാവണില്ല. എന്നാൽ ഇഷ്ടമല്ലാത്തൊരു മുഖം കാണിച്ചാൽ
അവർ അഹങ്കാരിയായി മാറും കേട്ടോ. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ വയ്യാന്ന് കാണിച്ച അഹങ്കാരിയാവും, സംസാരിക്കാൻ നിന്നാലോ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള രീതിയിലും ആവും. അപ്പോൾ അവരുടെ അവർക്കൊരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഇന്ന് അതേപോലെ ചിപ്പിയുടെ അവിടെ നിന്നിട്ട് വേറൊരു സ്ത്രീ പ്രതികരിച്ചു. നന്നായി തോന്നിക്ക്. കാരണം അവർക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവേ. കാരണം വേറെ ഉള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ശബരിമലയിൽ മകരജ്യോതി ഉണ്ടാവില്ലേ? മകരജ്യോതി ഉണ്ടാകുമ്പോൾ നമ്മളെ മീഡിയാസ്, അതായത് മുൻനിര എന്തായാലും പറയാ ഏറ്റവും മുൻനിര മാധ്യമങ്ങൾ അവരിതൊക്കെ എടുക്കും, ഷൂട്ട് ചെയ്യും. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ടി വിയിൽ കാണും. ഞാനൊക്കെ ടി വിയിൽ ആ സമയമാകുമ്പോൾ വന്നിരിക്കും കേട്ടോ. അപ്പോൾ അത് അവതരിപ്പിക്കുന്നത് ഭയങ്കര രസമാണ്, കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ സ്ത്രീകളുടെ ശബരിമലയല്ലേ എന്താ പറയുക ആറ്റുകാല്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ കുറേ പൊട്ടത്തര രീതിയിലാണ് ഈ പെണ്ണുങ്ങളെ പുറകെ ഇങ്ങനെ ആക്കി സൂം ചെയ്തെടുക്കാതെ ആ രീതിയിൽ മീഡിയാസിന് ഇത് അവതരിപ്പിച്ചൂടെ? അങ്ങനെ ഒരു തോന്നൽ തോന്നിയതാണ്, ശരിയാതൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ വേറൊരു നല്ല വീഡിയോ കണ്ടു, അത് ഞാൻ കാണിച്ചു തരാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാലയിട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാലയിടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോവുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. സത്യം പറയാലോ, റെനീഷയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണ്, ആ ഒരു പൊങ്കാലയുടെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കേട്ടപ്പോൾ നല്ല രസം, നല്ലൊരു സുഖം തോന്നിയൊരു വീഡിയോ കേട്ടോ. പക്ഷേ റെനീഷയ്ക്ക് ഒരുപാട് എന്താ പറയുക കമൻ്റൊക്കെ മോശമാണ് വരുന്നത്. റംദാൻ മാസത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ. അങ്ങനെ ചെയ്യാൻ പാടുമോ ചോദിച്ചാൽ അത് കുഴപ്പമുണ്ടോ? കാരണം നോമ്പ് കൊടുക്കണില്ലേ, അത് വെച്ചിട്ട് ആ കുട്ടിയുടെ വിശ്വാസത്തെ തള്ളി പറയേ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിശ്വാസം ഇല്ല എന്നൊന്നും അല്ലല്ലോ. എല്ലാവരും എല്ലാം ചെയ്യുന്നില്ലേ. എനിക്കിത് പറയണ എത്രത്തോളം എല്ലാവരും എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ നോമ്പെടുക്കാറുണ്ട്, ചില ദിവസം എൻ്റെ മോൻ നോമ്പെടുക്കാറുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാതിരിക്കുന്നില്ല, അതും വിശ്വസിക്കുന്നുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇത് തെറ്റാണോ? എനിക്കറിയില്ല. അത്രമാത്രം സൈബർ അറ്റാക്ക് ഇപ്പോൾ റെനീഷയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. മോശം കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത്. അത് നല്ല വൃത്തിക്ക് വന്ന് വൃത്തിയിൽ ഒരു ചടങ്ങ് ചെയ്തു. അതൊരു മനസ്സിൻ്റെ ഒരു വിശ്വാസമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് അത് വെച്ചിട്ട് ആ കുട്ടിയുടെ മതത്തെ തള്ളിപ്പറയേ ആ മതത്തിൽ നിന്ന് ഇതാവേ ഒന്നും ചെയ്തിട്ടില്ല. അത് ആ കുട്ടിയുടെ വിശ്വാസവും ഒക്കെ ഉള്ളിൽ ഫുള്ള് അവരുടെ മതം തന്നെയായിരിക്കും. കാരണം ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നമ്മുടെ ഭഗവാന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭയങ്കര വല്ല കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എല്ലാവരും വിളിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പായിരിക്കും ചിലപ്പോൾ. ഞാൻ ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് മാതാവിന് മെഴുകുതിരി കത്തിക്കാറുണ്ട് സത്യമായിട്ടും. അതേപോലെ അത്രയും വിശ്വാസമാണ് അമ്പലത്തിൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ നോമ്പ് കൊടുക്കും. അതേപോലത്തെ ഒരു മനസ്സായിക്കൂടെ? അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാട്ടോ ഇത് ഞാൻ പറയണത്. അതുകൊണ്ട് എന്നോട് ഇനി ആരും കമൻറ്റ് ഇനി മോശം എനിക്ക് അറിയില്ല, വരുമോയെന്ന് അറിയില്ല, അങ്ങനെ ചിന്തിച്ചൂടെ എന്നുള്ളൊരു കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കണ്ടൊരു നല്ല വീഡിയോ അത് കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി. കാരണം ഇതും അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടി, അവരുടെ ഓരോ പെണ്ണുങ്ങളുടെയും അവരുടെ ഒരു എന്താ പറയുക അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷോ ആക്കി മാറ്റരുത്. ഈ ദൈവികമായി നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയും കൂടി ഇന്ന് പറയണം തോന്നിയോണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്.
ഇത്രയേ ഉള്ളൂ. ഇത് എങ്ങനെ ആൾക്കാർ എടുക്കുക, ഇതിനെ റിയാക്ട് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ആകെ, എനിക്ക് മാത്രമല്ല ഒരുവിധം കണ്ടവർക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് എന്താ ഇത് ഇങ്ങനത്തെ ഒരു വേഷമൊക്കെ കെട്ടി വരുമോ ആരെങ്കിലും എന്നൊക്കെ. അന്ന മാത്രമല്ല കേട്ടോ, അന്ന രാജൻ മാത്രമല്ല, വേറെയും കുറേ സെലിബ്രിറ്റി സ്ത്രീകൾ കാണിക്കാൻ വേണ്ടി വന്ന പോലെ തന്നെ തോന്നിയിട്ടുണ്ട്. കുറേ ഷോ കാണിക്കാൻ വേണ്ടി വന്നവരെ പോലെ തന്നെ തോന്നിയവർ വേറെയുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ ചിപ്പിയൊക്കെ. ചിപ്പിനെയും ആനി ചിപ്പി ഇവരെയൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. അവരൊക്കെ അവരുടേതായ ഡീസൻസിയിൽ. പക്ഷെ അവരുടെ അടുത്തേക്ക് മീഡിയ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അവസാനം എനിക്ക് ഒറ്റ കാര്യം കൂടിയേ പറയുള്ളൂ. അടുത്ത വർഷമെങ്കിലും ആറ്റുകാലമ്മ തോന്നിപ്പിച്ചിട്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നീയൊക്കെ വന്ന് പൊങ്കാലട്ടോട്ടെ. പൊങ്കാലട്ടേണ്ട ആർക്കും ഒരു ഇതുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യും വേണം. പക്ഷെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ഇങ്ങനെ ഒരു ഷോ ഓഫിനല്ലാണ്ട് വരാൻ തോന്നിപ്പിക്കട്ടെ ആറ്റുകാലമ്മ.